Hi friends, in today's video lesson we are going to discuss this year's first poem. The poem is Any Woman by Catherine Tynan. As we know, as we all know, the first unit is about women empowerment, and this beautiful poem by Catherine Tynan discusses the role of women in keeping a family together. ഒരു വീട് ഒരു ഫാമിലി എന്ന സങ്കല്പത്തിൽ ആ ഫാമിലി ഒരുമിച്ച് നിർത്താൻ വാട്ട് റോൾ ഡസ് എ വിമൻ ഡു, അല്ലെങ്കിൽ അതിലെ എത്ര ശതമാനം ഒരു സ്ത്രീയുടെ സെൽഫ് സാക്രിഫൈസ് ഉണ്ട് എന്നൊരു ചോദ്യമാണ് ഇതിൽ ഈ കവിതയിൽ മനോഹരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഫോർ ദാറ്റ് ഷീ യൂസസ് എ മെറ്റഫർ, ഒരു ഗ്രാൻഡ് മെറ്റഫർ യൂസ് ചെയ്താണ് ഈ കവിത ബിൽഡ് ചെയ്തിരിക്കുന്നത്. She imagines the family to be a house. ഒരു വീടിനെ അല്ല, ഒരു കുടുംബത്തെ ഒരു വീടായിട്ട് തന്നെ കാണുകയാണ്. ഫിസിക്കൽ വീട് ഒരു മെറ്റഫറാണത്. മെറ്റഫർ എന്ന് പറയുന്നത് വി നോ ഇറ്റ്സ് എ പൊയറ്റിക് ഡിവൈസ് വി യൂസ്. അതിനെ പക്ഷേ നിങ്ങൾ ടെക്നിക്കലായിട്ട് ട്രൈ നോട്ട് ടു സീ പൊയറ്റിക് ഡിവൈസസ് ലൈക്ക് സിമിലി ആൻഡ് മെറ്റഫർ ആസ് ടെക്നിക്കൽ ഡിവൈസസ് ദാറ്റ് certain writers use. Don't try to see them like that. Try to see a metaphor or a simile or any poetic device as a natural tendency of the mind to say things differently. നമുക്ക് ചില ആശയങ്ങൾ പറയാൻ തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു പ്രചോദനമുണ്ടായി നമ്മളത് വ്യത്യസ്തമായിട്ട് പറയുന്ന രീതിയാണ് സത്യത്തിൽ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയേണ്ടത്. നമ്മൾ മലയാളത്തിൽ ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്ന അലങ്കാരങ്ങളെയാണ് ആക്ച്വലി നമ്മൾ കളിയാക്കിയൊക്കെ പറയുന്നൊരു ഡയലോഗാണ്. കവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മളിങ്ങനെ അലങ്കാരികമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ അർത്ഥം എന്താണെന്നൊരു ശങ്ക ഒരു ഡൗട്ട് നമുക്കുണ്ടാകുന്നത്. അപ്പം സത്യത്തിൽ പക്ഷേ നമ്മൾ നാച്ചുറൽ സ്പീച്ചിൽ നമ്മളെല്ലാവരും നമ്മുടെ ഡേ ടു ഡേ സ്പീച്ചിൽ ഉപയോഗിക്കാറുള്ളതാണ് ഇത്തരം ഡിവൈസുകൾ, മെറ്റഫറുകളൊക്കെ. മലയാളത്തിൽ അലങ്കാരങ്ങളെന്ന് വിളിക്കുന്നു, രൂപകം, സിമിലിക്ക് നമ്മൾ മെറ്റഫറിന് രൂപകമെന്നും സിമിലിക്ക് നമ്മൾ ഉപമയെന്നൊക്കെ പറയാറുണ്ട്. അത് വളരെ നാച്ചുറലാണ്. ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, നിങ്ങളിപ്പോൾ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് വന്നിട്ട് ഇതെന്താണ് ചന്തയാണോ അല്ലെങ്കിൽ ഇതൊരു ചന്തയാണ് എന്നൊക്കെ പറയാറുണ്ട് ക്ലാസ്. അപ്പം ക്ലാസ്സിനെ ചന്തയെന്ന് വിളിക്കുമ്പോൾ ആക്ച്വലി വാട്ട് ദ ടീച്ചർ ഇസ് ഡൂയിങ് ഈസ് യൂസിങ് എ മെറ്റഫർ. ബിക്കോസ് ക്ലാസ് ഇതെന്താ ചന്തയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ മീൻ വെക്കുന്നുണ്ടോ ഇവിടെ മലക്കറികൾ വെക്കുന്നുണ്ടോ എന്നല്ല ടീച്ചർ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഷീ മീൻസ് ഇസ് ദാറ്റ് ദിസ് ക്ലാസ് ഇസ് മേക്കിംഗ് സോ മച്ച് നോയ്സ് ദാറ്റ് ദിസ് walking into this class almost makes her reminds her of the pandemonium, the utter confusion that you face in a marketplace where people are shouting all the time and ഒരുപാട് വേസ്റ്റൊക്കെ കിടക്കുന്ന ആളുകൾ എപ്പോഴും വിലപേശുന്ന നാറ്റത്തിൻ്റെയും ബഹളത്തിൻ്റെയും നടുവിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു ഫീലിംഗ് ആണ് ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ടീച്ചർക്ക് ഫീൽ ചെയ്യുന്നത് എന്നാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്. സോ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ് ടു use a different word, a different concept to the classroom so that you understand. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങളുടെ ക്ലാസ്സിനെ ചന്തയെന്ന് വിളിക്കുന്നത്. സോ ആ വാക്കാണ് ആക്ച്വലി നമ്മളെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ തെറി വിളിക്കുമ്പോഴും അതുപോലെയാണ്. when we call a name, ഇപ്പോൾ എടാ ബട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിളാണ്, when you call somebody a dog, what you mean is that you are behaving like a dog. അപ്പം ഇതാണ് മെറ്റഫറുകൾ. അപ്പം ഇത് കവിതയിൽ വരുമ്പോഴത്തേക്കും they take on a greater significance because it is these metaphors that make us read the poem and enjoy its content. അപ്പം അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ അതുപോലെയാണ് ഈ കവിതയിൽ ഒരു ഗ്രാൻഡ് മെറ്റഫറായി ഒരു വീടിനെയാണ് കവയത്രി അവതരിപ്പിക്കുന്നത്. The poet is presenting the human family as if it were a building, a home with walls, pillars ഒക്കെയുള്ള. നോക്കാം നമുക്ക് എന്താണെന്ന്. അപ്പോൾ കവിതയ്ക്ക് മുമ്പേ എൻ്റെ അർത്ഥത്തിലേക്ക് പോകണ്ട. വിൽ ജസ്റ്റ് റീഡ് ത്രൂ ദ പോയം ആൻഡ് എക്സ്പ്ലെയിൻ. Any Woman by Catherine Tynan. Any Woman. അതിൻ്റെ ടൈറ്റിൽ കൊണ്ട് തന്നെ ദ പോയറ്റ് ഇസ് മേക്കിംഗ് ക്ലിയർ ദാറ്റ് ദിസ് പോയം ക്യാൻ ബി അബൌട്ട് എനി വുമൺ ഇൻ ദ വേൾഡ്. ഈ കവിതയിലെ അവതരിപ്പിക്കുന്ന സ്ത്രീ അവൾ ആരുമാകാം, ഈ ലോകത്തിലെ ഏത് സ്ത്രീയുമാകാം. ഒരു നരേറ്റീവ് പോലെയാണ്, ഒരു സ്ത്രീ തന്നെ പറയുന്ന, ഒരു സ്ത്രീയുടെ തന്നെ വാക്കുകളായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്, അല്ലേ? I am the pillars of the house. ഞാൻ വീടിൻ്റെ തൂണുകളാണ്.
ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ. വീടിൻ്റെയും കെട്ടിടങ്ങളുടെയൊക്കെ ആർച്ചുകൾ നമുക്കറിയാം, കമാനങ്ങളെന്ന് മലയാളത്തിൽ പറയും. അതിൻ്റെ നടുവിലൊരു കീ സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോണാണ് ആ ആർച്ചിനെ ഒരുമിച്ച് നിർത്തുന്നത്. ഈ സ്ത്രീ പറയുന്നത്, ഞാൻ വീടിൻ്റെ പില്ലറുകൾ, തൂണുകളാണ്, വീടിൻ്റെ ഭാരം താങ്ങുന്നത് ഞാനാണ്, ഒരു കുടുംബത്തിൻ്റെ ഇമോഷണലായ എല്ലാ ഭാരവും താങ്ങുന്നത് ഞാനാണ്. ഒരുപക്ഷെ ഫിനാൻഷ്യലായ ഭാരം സ്ത്രീകൾ താങ്ങാറുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്നാലും പ്രോബബ്ലി ഈ ഒരു കവിതയുടെ ഒരു ഇമോഷണൽ വേൾഡിനുള്ളിൽ the poet could mean more, that it is a woman who bears all the weight of the emotional weight of the household. The keystone of the arch am I. വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പർ, ഒരു കമാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കല്ല് എന്നതുപോലെ ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പർ ഞാനില്ലെങ്കിൽ ആ കീ സ്റ്റോൺ എടുത്ത് മാറ്റിയാൽ ആർച്ച് വിൽ ക്രംബിൾ ഡൗൺ, ദ ഹോൾ ഹൗസ് വിൽ കം ഡൗൺ. അതിൽ ഒരു ആർച്ച് വീണാൽ ആ സൈഡ് കൊണ്ട് പൊളിഞ്ഞു ദ ഹോൾ ഹൗസ് വിൽ കൊളാപ്സ്. അതുപോലെ സ്ത്രീയാണ് ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പർ. ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വിൽ ഫോൾ ടു റൂയിൻ മീ അട്ടർലി. ആ കീ സ്റ്റോണിൽ നിന്ന് എടുത്ത് മാറ്റി നോക്ക്, സ്ത്രീയെ ഒരു വീട്ടിൽ നിന്ന് മാറ്റി നോക്ക്, ദ ഹോൾ ഹൗസ് വിൽ ക്രംബിൾ ഡൗൺ. ഈ വരികളിലൊക്കെ വെൻ ദ പോയിറ്റ് സേസ് ദാറ്റ് ദ ഹൗസ് വിൽ ക്രംബിൾ ഡൗൺ, നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് ആൻസർ എഴുതുമ്പോഴൊക്കെ നമുക്ക് വരേണ്ടത്, ഇറ്റ് ഇസ് നോട്ട് ദ ഹൗസ് ദാറ്റ് ഇസ് ക്രംബിളിംഗ് ഡൗൺ, ഇറ്റ് ഇസ് ദ ഫാമിലി. മനുഷ്യബന്ധങ്ങളാണ് അല്ലേ? അച്ഛനും അമ്മയും മക്കളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ ഫാമിലിയിലെ ആ വീടിനെ വീടാക്കി മാറ്റുന്നത് അമ്മയാണ്. മലയാളം ഒരു മലയാള സിനിമാ ഗാനമൊക്കെ നമുക്ക് ഇടയ്ക്ക് അല്ലേ ഓർമ്മ, പൂമുഖഭാഗത്തിൽ സ്നേഹം വിളമ്പുന്ന പൂന്തിങ്കളാണ് എന്നൊക്കെ പറഞ്ഞ് അതൊരു ഭർത്താവിൻ്റെ വ്യൂ പോയിന്റിലാണെങ്കിലും ഇവിടെ ഈ വീട്ടിൽ സ്നേഹം വിളമ്പുന്ന അമ്മ എന്നുള്ള അർത്ഥത്തിലാണ്. കം ബാക്ക് വുഡ് ഫോൾ ടു റൂയിൻ മീ അട്ടർലി. എന്നെ കംപ്ലീറ്റ്ലി റൂയിൻ ചെയ്യും. ഈ വീട്ടിൽ ഞാനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ വീടില്ല എന്നുള്ളതാണ്. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്. ഹാർത്ത് ഫയർ പ്ലേസ് ആണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ യുനോ ഇൻ കോൾഡ് കൺട്രീസ് ദേ ഹാവ് ഹാർട്ട്സ് ഇൻസൈഡ് ദെയർ ഹോംസ്. അതിൽ നിന്നാണ് ഒരു ചിമ്നിയൊക്കെ കാണും വീട്ടിനകത്ത് അല്ലേ. നെരിപ്പോടിൽ തീ പുകയുന്നത് കൊണ്ടാണ് ആ വീട് രാത്രി ആ വീട്ടിനുള്ളിലുള്ളവർ തണുത്ത് വിറച്ച് മരിച്ചു പോകാത്തത്. അപ്പം ഇവിടെ അത്രയും പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ് അതിനുണ്ട്. നമ്മൾ മലയാളികൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. ഒരു വീട്ടിൽ അന്ന് നെരിപ്പോട് പുകഞ്ഞില്ലെങ്കിൽ, നെരിപ്പോടിനകത്ത് തീയില്ലെങ്കിൽ, ഒരു പക്ഷേ ആ വീട്ടിലെ ഒരു കുട്ടിക്ക് ചിലപ്പോൾ രാത്രി തണുത്ത് വിറച്ച് മരിച്ചു പോയെന്നിരിക്കും. അപ്പോൾ ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. അവിടെയൊക്കെ -ഡിഗ്രിയൊക്കെ തണുപ്പ് വരുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ എസ്പെഷ്യലി ദിസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഐ എം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്, നെരിപ്പോടിലെ തീ ഞാനാണ്. ഐ എം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. ഈ ഭൂമിക്ക് ചൂടും വെളിച്ചവും നൽകുന്ന സൂര്യൻ പോലെ ഒരു വീടിന് ചൂടും വെളിച്ചവും സ്നേഹത്തിൻ്റെ ചൂടും അല്ലേ അറിവിൻ്റെ വെളിച്ചവും നൽകുന്നത് അമ്മയാണ്. ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. ഈ ഭൂമിക്ക് ചൂട് നൽകുന്നത് ഞാനാണ്. ചൂട് എന്ന് പറയുന്നതിന് എപ്പോഴും ഊഷ്മളത എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വാംത്ത് എന്ന് ഗിവ് യു എ വാം വെൽക്കം എന്നൊക്കെ പറയുമ്പോഴും സ്നേഹത്തിൻ്റെ ഒരു ബിംബമാണ് എപ്പോഴും വാംത്ത് അല്ലേ. അപ്പോൾ അവർ പറയുകയാണ് ഐ ആം ദ വാംത്ത് ദാറ്റ് കവേഴ്സ് ദ എർത്ത്. ഈ ഭൂമിയിൽ ഇപ്പം നമ്മളൊരു 35 ഡിഗ്രി ആവറേജ് ടെമ്പറേച്ചർ ഉള്ള ഒരു ഈ ഭൂമിയിൽ ഒരു പക്ഷേ ഒരു 10 ഡിഗ്രി മേളിലേക്ക് താഴേക്ക് പോയാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ us to survive. അപ്പം അതാണ് അവർ പോയിന്റ് ചെയ്യുന്നത്. വിച്ച് എൽസ് വെയർ കോൾഡർ ദാൻ എ സ്റ്റോൺ. ഒരു കല്ല് പോലെ തണുത്തു പോകും ഞാനില്ലെങ്കിൽ എന്നാണ്. സൂര്യൻ്റെ ചൂടില്ലെങ്കിൽ ഭൂമി തണുത്തു പോകുന്നത് പോലെ അമ്മയാകുന്ന സ്നേഹ സാന്നിധ്യം ഇല്ലെങ്കിൽ ആ വീട് അല്ലേ കല്ല് പോലെ. നമ്മൾ ഈ സ്നേഹമില്ലായ്മയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മലയാളത്തിലൊക്കെ പറയുന്ന അല്ലേ എല്ലാവരും ചൊല്ലണം കല്ലാണ് നെഞ്ചിലെന്ന് ഒരു സിനിമാ പാട്ടുണ്ടല്ലോ. അപ്പം കല്ല് എപ്പോഴും നെഞ്ചിൽ കല്ലാണെങ്കിൽ നമ്മൾ കഠിന ഹൃദയനാണെങ്കിൽ സ്നേഹമില്ലായ്മയാണ് എന്ന് പറഞ്ഞ പോലെ അമ്മയുടെ സ്നേഹ സാന്നിധ്യമില്ലെങ്കിൽ അല്ലേ ആ വീട് തന്നെ ശൂന്യമായി പോകും എന്നാണ്. അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദെയർ ഹാൻഡ്സ്. എന്നിലാണ് എൻ്റെ വീട്ടിലെ കുട്ടികൾ വന്ന് കൈകൾക്ക് ചൂട് നൽകുന്നത്. ഇറ്റ്സ് സംതിങ് വി ഓൾ ലവ് ടു ഡു അല്ലേ. തണുപ്പുള്ള സമയത്തൊക്കെ ടു ഗോ ആൻഡ് സ്റ്റാൻഡ് ബിസൈഡ് എ ഫയർ ആൻഡ് വാം അവർ സെൽവ്സ്. അപ്പം അതുപോലെ അമ്മയിൽ നിന്നാണ് ഇവിടെയും സ്നേഹം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്നേഹത്തിൻ്റെ ചൂട് പറ്റി കുട്ടികൾ അമ്മയ്ക്ക് ചുറ്റും നിൽക്കുന്നത് പോലെ ഒരു സീനാണ് നമുക്ക് ഓർമ്മ വരുന്നത്. വിതൗട്ട് മീ കോൾഡ് ദ ഹാർട്ട് സ്റ്റോൺ ഐ ആം ദെയർ ലൈറ്റ് ഓഫ് ലവ് അലൈവ്.
ഞാൻ അവരുടെ സ്നേഹത്തിൻ്റെ ജീവസുറ്റ പ്രകാശമാണ് ഞാൻ. ലൈറ്റ് ഓഫ് ലവ് അലൈവ്, ജീവനുള്ള സ്നേഹമാണ് ഞാൻ അവർക്ക് നൽകുന്നത്. നിർജീവമായ സ്നേഹമല്ല, ജീവനുള്ള ഒരു സ്നേഹ സാന്നിധ്യമായി ഞാൻ അവരുടെ ജീവിതത്തിൽ എപ്പോഴും അവരോടൊപ്പമുണ്ട്. വിത്തൗട്ട് മീ കോൾഡ് ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ്. നെരിപ്പോടിലെ കല്ലാണ്, അല്ല നെരിപ്പോട് എപ്പോഴും കല്ലുകൊണ്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അത് നിന്ന് കത്തും. അപ്പോൾ ഞാനില്ലെങ്കിൽ വിത്തൗട്ട് മീ ദ ഹാർട്ട് സ്റ്റോൺ വിൽ ഗോ കോൾഡ്, തണുത്തുറഞ്ഞു പോകും കല്ല്. നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. പ്രഷ്യസ് എന്നാണ് ചിൽഡ്രനെ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ എപ്പോഴും ഭയങ്കര ലവ്ലി ആയിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ് മൈ പ്രഷ്യസ്, അല്ലേ, പ്രിയപ്പെട്ടവളെ എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അപ്പോൾ ദ പ്രഷ്യസ് ചിൽഡ്രൻ, വിലമതിക്കാനാകാത്ത സമ്പത്താണ് ഒരു വീട്ടിലെ കുട്ടികളെന്ന് പറയുന്നത്. ആ വീട്ടിൽ ഒരു വീട് കത്തുമ്പോൾ, ഒരു വീടിന് തീ പിടിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ടി വിയോ മൊബൈൽ ഫോണോ ആയിരിക്കത്തില്ല, അല്ലേ, ആ വീട്ടിലെ കുട്ടികളെയാണ് എന്ന് പറഞ്ഞ പോലെ. അത് ഏറ്റവും പ്രഷ്യസ് ആയതുകൊണ്ടാണ് ആ വീട്ടിലെ ഏറ്റവും പ്രഷ്യസ് ആയ എൻ്റെ കുട്ടികൾ ത്രൈവ് ചെയ്യുന്നത്, അവർ സർവൈവ് ചെയ്യുന്നത്, അവർ ജീവിക്കുന്നത് ഞാനുള്ളത് കൊണ്ട് മാത്രമാണ്. ഐ എം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ് സേക്രഡ് റിംഗ്. ഞാനൊരു ട്വിസ്റ്റാണ്, ഞാനൊരു കെട്ടാണ്. ഐ എം ദെയർ നോട്ട് ഓഫ് ലവ്. നോട്ട് എന്ന് പറഞ്ഞാലും കെട്ടെന്ന് തന്നെയാണ് അർത്ഥം. ഫ്രം ഹൂസ് ക്ലോസ് ടെതർ. ടെതർ എന്ന വാക്കിൻ്റെ അർത്ഥവും കെട്ട് എന്ന് തന്നെയാണ്. അപ്പോൾ കയറ് കൊണ്ടുള്ള കെട്ടാണ്. അപ്പോൾ അമ്മ സ്നേഹമാകുന്ന ഒരു കയറ് കൊണ്ട് ഒരു കെട്ടിട്ടാണ് കുടുംബത്തെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് എന്നാണ്. ശരിയാണ്, ആ കുടുംബത്തിനുള്ളിലെ സ്നേഹത്തിൻ്റെ ലവിൻ്റെ ഡൈനാമിക്സ് പരിശോധിച്ചാൽ അറിയാം. എപ്പോഴും അതിൻ്റെ സോഴ്സും അതിനെ നിലനിർത്തുന്നതും ഒക്കെ അമ്മയാണ്. അമ്മയുടെ കരുതലും അമ്മയുടെ സ്നേഹവും അമ്മയുടെ ചിലപ്പോഴൊക്കെയുള്ള വളരെ സ്ട്രിക്റ്റായ ചില ഇടപെടലുകളും ഒക്കെയാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ദ ചിൽഡ്രൻ ഇൻ എറ്റ് സേക്രഡ് റിംഗ്. ഒരു സേക്രഡ് റിങ്ങിനുള്ളിൽ, റിങ്ങിനെ നമുക്കിപ്പം നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു ധ്വനിയാത്മകമായൊരു അർത്ഥമുണ്ട്. ബിക്കോസ് റിംഗ് ക്യാൻ ഓൾസോ ബി എ വെഡ്ഡിങ് റിംഗ്. എ വെഡ്ഡിങ് റിംഗ് സിംബലൈസസ് ദ ചാസ്റ്റിറ്റി ഓഫ് ദ വുമൺ. അല്ലെങ്കിൽ ഇൻ എ ഡിഫറെൻറ്റ് വേ ആ കുടുംബത്തിലെ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പവിത്രതയെ സൂചിപ്പിക്കുന്ന ഒരു സിംബലാണ് സത്യത്തിൽ വിവാഹമോതിരം എന്ന് പറയുന്നത്. അപ്പം ഒരു വെഡ്ഡിങ് റിങ്ങിൻ്റെ എന്നുള്ള ഒരർത്ഥവും കൂടി, ഒരർത്ഥധ്വനി കൂടി, അല്ലേ, ഒരു മീനിങ് കൂടി ഈ വരിക്കുണ്ട്. ദ ചിൽഡ്രൻ ഇൻ എ സേക്രഡ് റിംഗ്. ഒരു സേക്രഡായ, വിശുദ്ധമായ, പരിശുദ്ധമായ ഒരു റിങ്ങിനുള്ളിൽ കുട്ടികളെ കെട്ടിയിടുന്നത്, ഒരു നോട്ടിട്ട് കെട്ടിയിരുത്തുന്നത് ഞാനാണ്. ദേ ആർ നോട്ട് ഓഫ് ലവ്. അവരുടെ സ്നേഹത്തിൻ്റെ കെട്ട് ഞാനാണ്. സ്നേഹം കൊണ്ട് അവരെ ചേർത്ത് നിർത്തുന്നത് ഞാനാണ്. ഫ്രം ഹൂസ് ക്ലോസ് ടെതർ. ഞാൻ അവരെ ചേർത്താണ്, ക്ലോസ് ടെതറാണ്, ചേർത്താണ് അവരെ കെട്ടി നിർത്തിയിരിക്കുന്നത്. നമ്മൾ ഈ സാധാരണ ടെതറിയ ഈ ബോട്ടൊക്കെ ഒഴുകി പോകാതിരിക്കാനോ അല്ലെങ്കിൽ കാറ്റലിന് എന്തിനാണ് പശുക്കളെയൊക്കെ കെട്ടിയിടുന്നതിനൊക്കെ ടെതർ ചെയ്യുക എന്ന് പറയാറുണ്ട്. അപ്പം ക്ലോസ് ചേർത്താണ് കെട്ടുന്നത്. നമ്മൾ പശുവിനെ കെട്ടുന്നത് ലൂസാക്കിയാണ്, അല്ലേ, പശുവിനെ നടന്ന് മേയുന്ന സമയത്തൊക്കെ. അപ്പം അത് അങ്ങനെയല്ല അമ്മ കുട്ടികളെ ചേർത്താണ് കെട്ടിയിടുന്നത്. സോ ദാറ്റ് നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് വാണ്ടറിങ്. ഒരു കുട്ടി പോലും സ്വയം നഷ്ടപ്പെട്ട് വഴിതെറ്റി അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ അവരെ ഫാമിലിയോട് ചേർത്ത് കെട്ടിയിടുന്നത് ഞാനാണ്. അപ്പം ഫാമിലി എന്ന വാല്യൂവിൻ്റെ ഒരു വലിയ വളരെ ഹൃദയസ്പർശിയായ ഒരു പിക്ചറാണ് ഇവിടെ കാതറിൻ ടൈനൻ തരുന്നത്. ദ പോയറ്റ് ഡ്രോസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ബൈ കമ്പയറിങ് ദ ഫാമിലി ടു ഒരു ലെവലിൽ ഷീ ഈസ് കമ്പയറിങ് ദ ഫാമിലി ടു എ ഹൗസ് ഹോൾഡ്, എ ഫിസിക്കൽ ബിൽഡിംഗ് കോൾഡ് ഹൗസ്. ഇവിടെ ഈ വരിയിൽ എത്തുമ്പോഴത്തേക്കും ഷീ ഈസ് കമ്പയറിങ് മദർ ടു എ ഷെപ്പേർഡ്. ഷീപ്പിനെ മേയ്ക്കുന്ന ഷെപ്പേർഡ് പലപ്പോഴും അതിനെ ഒരു റിങ്ങിനുള്ളിൽ, അല്ലേ, തടി കൊണ്ടൊരു വേലി കെട്ടി അതിനുള്ളിലാക്കുക, അല്ലെങ്കിൽ കയറുകൊണ്ട് പരസ്പരം കെട്ടിയിടുകയൊക്കെ ചെയ്യുന്നത് പോലെ കാറ്റലിനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ, അതുപോലെ ഒരു കുടുംബത്തെ ഈ ജീവിത യാത്രയിൽ ചേർത്ത് നിർത്തുന്നത് അമ്മയുടെ ഈ സ്നേഹത്തിൻ്റെ കെട്ടാണ് എന്ന് പറയുന്നു. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഈ വീട് അടിമുടി ഞാൻ തന്നെയാണ്. പില്ലറാണ്, കീ സ്റ്റോൺ ഓഫ് ദി ആർച്ചാണ്, ഹാർത്താണ്, ഹാർത്ത് സ്റ്റോൺ ആണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഷീ ഈസ് എക്സ്പാൻഡിങ് ദ മെറ്റഫർ ടു ദ എൻറ്റയർ ഹൗസ്. ഈ വീട് തന്നെ ഫ്രം ഫ്ലോർ ടു റൂഫ് ഞാൻ തന്നെയാണ്. ഐ ഡെക്ക് ദ വാൾസ്. ഈ മതിലുകൾ അടുക്കി വെക്കുന്നത് ഞാനാണ്. അപ്പം അതിനും മറ്റ് അർത്ഥധ്വനികളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഡെക്ക് ചെയ്യുക മീൻസ് അടുക്കി വെക്കുക, ഡെക്കറേറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഐ ഡെക്ക് ദ വാൾസ്. ഈ മതിലുകളിലാണ് പലപ്പോഴും, അല്ലേ, നമ്മൾ അലങ്കാര വസ്തുക്കൾ തൂക്കുന്നത്. അതും അല്ലെങ്കിൽ മതിലിലാണ് നമ്മൾ ഷെൽഫുകൾ ഉണ്ടാക്കുന്നത്. സോ ഷീ സ്റ്റോഴ്സ് തിങ്സ് ഫോർ ദ ഫാമിലി ഓൺ ദ വാൾസ്. അങ്ങനെയാകാം. അല്ലെങ്കിൽ മതിൽ കെട്ടുന്നത് ഞാനാണ് എന്നർത്ഥത്തിൽ നമുക്കെടുക്കാം. ഞാനാണ് ഈ മതിലുകളെ നിലനിർത്തുന്നത്. ദ ബോർഡ് ഐ സ്പ്രെഡ്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയുടെ കരുതലാണ് എപ്പോഴും കുട്ടികൾക്ക് പല വിധത്തിൽ, അല്ലേ, എല്ലാ നേരവും രുചികരമായ ആഹാരം കൊണ്ട് തരുന്ന അമ്മയാണ്. ഇവിടെ ദ ബോർഡ് ഐ സ്പ്രെഡ് എന്ന വാക്കിൽ ബോർഡ് ഡൈനിങ് ടേബിളാണ്. ഈ ഡൈനിങ് ടേബിളിനെ സ്പ്രെഡ് ചെയ്യുന്നത്, അതിൻ്റെ ഫ്രണ്ടിൽ സ്നേഹമാകുന്ന പല വിഭവങ്ങൾ, അല്ലേ, പല വിധത്തിൽ എല്ലാ 3 നേരവും അവർക്ക് കൊടുക്കുന്നത് അമ്മയാണ്. ഐ സ്പിൻ ദ കർട്ടൻസ്, ഇറ്റ്സ് വാർപ്പ് ആൻഡ് വൂഫ്. ഞാൻ ഈ കർട്ടനുകൾ സ്പിൻ ചെയ്യുന്നത് ഞാനാണ്. അതിൽ ഓരോ നൂലിഴയും വാർപ്പും വൂഫും പെർപെൻഡിക്കുലർ ആൻഡ് ഹൊറിസോണ്ടൽ, അതിനകത്തെ പെർപെൻഡിക്കുലർ ആൻഡ് ഹൊറിസോണ്ടൽ സ്ട്രാൻഡ്സ് ആണ്. അതിനെ നെയ്തെടുക്കുന്നത് ഞാനാണ്. ഓരോ കർട്ടനിലെ ഓരോ നൂലിഴയും ഞാനാണ് നെയ്തെടുത്ത് അത് ചേർത്ത് വെച്ച് കർട്ടൻ തൂക്കിയിടുന്നത്. കർട്ടൻസ് ആർ യൂസ് ടു, on the one hand curtains are used to decorate a house, and on the other hand curtains can also protect the household from extreme sunlight അല്ലെങ്കിൽ വിൻഡൊക്കെ, അല്ലേ. അപ്പം അതുകൊണ്ട് പുറത്തു നിന്നുള്ള പ്രകൃതിയുടെ പല പല ശക്തികളെയും തടഞ്ഞു നിർത്തുന്നത് ഈ മതിലും കർട്ടനും ഒക്കെയാണ്. അത് കുട്ടികളെ ബാധിക്കാത്ത വിധത്തിൽ. ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്, അവരുടെ ബെഡിൻ്റെ ഡൗൺ ഷേക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഡൗൺ എന്ന് പറഞ്ഞാൽ ഫെദറാണ്, ഓർക്കാൻ എളുപ്പമാണ്. പക്ഷിയൊക്കെ പറന്നു പോകുമ്പോൾ പതുക്കെ താഴെ വീഴുന്നൊരു സാധനമാണല്ലോ ഫെദർ. ഫെദറിനെ ഡൗൺ എന്നും പറയാറുണ്ട്. ഫെദർ കൊണ്ടുണ്ടാക്കുന്ന വിലപിടിപ്പുള്ള നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയ തലയണകളും അതുപോലെ തന്നെ ബെഡ് ബാറ്റർസുകളും ഒക്കെ ഉണ്ട്. യൂറോപ്യൻസൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഫെദർ കൊണ്ടുണ്ടാക്കുന്ന. ഫെദർ വളരെ സോഫ്റ്റായൊരു മെറ്റീരിയലാണല്ലോ. അപ്പം അതുകൊണ്ട് ഡൗൺ ബെഡ് എന്നും ഡൗൺ പില്ലോ എന്നും അതിനെ വിളിക്കാറുണ്ട്. സോ ഷീ സെയിങ് ദാറ്റ് ഐ ആം ദ ഡൗൺ ആൻഡ് ഐ ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്. അവർക്ക് കിടന്നുറങ്ങാനുള്ള സ്ഥലമൊരുക്കുന്നതും ഞാനാണ്. ഐ ഗിവ് ദം ഗുഡ്, ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ഗിവ് ദം ഗുഡ് സ്ലീപ്പ്. അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് കിടക്കുമ്പോൾ ഉറക്കം വരുന്നത് ആ സ്ഥലം തരുന്ന സംരക്ഷണം, അല്ലേ, ഒരു സുരക്ഷിത ബോധമാണ്. അപ്പോൾ കൊച്ചുകുട്ടികൾ എപ്പോഴും പേടിച്ചുണർന്ന് കരയുകയൊക്കെ ചെയ്യാറുണ്ട്. ഒരു കുട്ടിക്ക് നല്ല ഉറക്കം കിട്ടുക എന്നുള്ളത് ഇറ്റ് ഇസ് എന്താണ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബ്രെയിൻ ഓൺ ദ വൺ ഹാൻഡ് ആൻഡ് ഫോർ ഹെർ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്. നല്ല ഉറക്കം എന്നുള്ളത് എപ്പോഴും നമ്മളെ സന്തോഷത്തോടെ നിർത്തുന്നൊരു കാര്യമാണ്. അപ്പം ഒരു കുട്ടിക്ക് ഉറങ്ങാൻ കഴിയുന്നത് അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ അല്ലെങ്കിൽ ആ ഫാമിലിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ്. തെരുവിൽ കിടന്നുറങ്ങുന്ന കുട്ടിക്ക് അത് കിട്ടണമെന്നില്ല. അപ്പം ആ ഒരു പിക്ചറാണ് നമുക്ക് ഐ ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്. ഈ കുട്ടികൾക്ക് ഉറങ്ങാനായി ഈ മെത്ത തട്ടിക്കുടഞ്ഞിട്ട് കൊടുക്കുന്നത് ഞാനാണ്. ഐ ആം ദർ വാൾ അഗൻസ്റ്റ് ഓൾ ഡേഞ്ചർ. എല്ലാ അപകടങ്ങൾക്കെതിരെയും അവരെ സംരക്ഷിക്കുന്ന, അതിനെ തടയുന്ന മതിൽ ഞാനാണ്. their door against the wind and snow. കാറ്റും മഴയും വെയിലും, അല്ലേ, യൂറോപ്യൻസിനാണെങ്കിൽ വിൻഡ് ആൻഡ് സ്നോ, കാറ്റും മഞ്ഞു വീഴ്ചയുമൊക്കെ തടഞ്ഞു നിർത്തുന്ന വാതിലാണ് ഞാൻ. when the poet is talking about the door, the role of the woman as a door, അതിനൊരു ഇൻറ്റേർണൽ ബ്യൂട്ടി ഉള്ളത്. ഡോർ ഇസ് സംതിങ് ഫ്ലെക്സിബിൾ. അമ്മയുടെ സ്നേഹത്തിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് ഡോർ കാണിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് ഡോർ ഇസ് സംതിങ് ദാറ്റ് ക്യാൻ ബി ക്ലോസ്ഡ് when it is a time of danger and it can be opened when it is time to go out. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു തരുന്നതും, അല്ലേ, അതിനെ അതിർവരമ്പുകൾ ലംഘിക്കുന്നു എന്ന് തോന്നുമ്പോൾ അതിനെ തിരിച്ചടച്ച് നമ്മളെ വീട്ടിനകത്താക്കുന്നതും ഒക്കെ അമ്മയും അച്ഛനും ഒക്കെയാണ്. അപ്പോൾ അതിലെ അമ്മയുടെ റോളാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ദൗഹും ഇതിലെ അവസാനത്തെ 2 വരികളിലേക്ക് കിടക്കുകയാണ്. അപ്പം മറ്റൊരാളിന് ഈ കവിതയിൽ മെൻഷൻ ചെയ്യാത്ത ഒരാളിനെ അഡ്രസ്സ് ചെയ്യും. ഇത്രയും നേരം ഐ എന്ന് പറഞ്ഞ് കവയത്രി സ്വയം അവരെ തന്നെ, അല്ലെങ്കിൽ ഒരു സ്ത്രീയായി സങ്കല്പിച്ച് ഒരു നരേറ്ററിനെ കൊണ്ടുവന്നിട്ടാണ് ഈ കവിത ഇതുവരെ മുന്നോട്ട് പോയത്. അപ്പോൾ ലാസ്റ്റ് 2 വരി എത്തുമ്പോഴത്തേക്കും മറ്റൊരാളെ അഡ്രസ്സ് ചെയ്യുകയാണ്. ദൗ ഇസ് എ ഓൾഡ് ഫോം ഓഫ് യു ഇൻ ഇംഗ്ലീഷ്. ഷേക്സ്പിയറിൻ്റെയൊക്കെ നാടകങ്ങളിലൊക്കെ നമ്മൾ കാണുന്നൊരു വാക്കാണ് ദൗ. ബൈബിളിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ദൗ. ഇവിടെ ദൗ ഹൂം എ വുമൺ ലെയ്ഡ് ഇൻ എ മേഞ്ചർ. നിന്നെയും ഒരു മേഞ്ചറിലേക്ക്, മേഞ്ചർ പുൽക്കൂടാണ്, അത് എൻ്റെ ഉച്ചാരണം എപ്പോഴും ശ്രദ്ധിച്ചു വേണം. മാങ്കർ അല്ല, മേഞ്ചറാണ്. ഡേഞ്ചർ എന്ന വാക്കുമായിട്ട് റൈമാണ് ചെയ്യുക, ആങ്കറുമായിട്ടല്ല അത് റൈം ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ ആ 4 വരികളിലെ ആദ്യത്തെ വരിയുടെ അവസാനത്തെ വാക്ക് ഡേഞ്ചറാണ്. അപ്പോൾ അതുമായിട്ട് റൈമിങ് ആയിരിക്കും തേർഡ് ലൈൻ. ബിക്കോസ് ദിസ് സ്റ്റാൻസ ഫോളോസ് എ റൈം സ്കീം ഓഫ് എ ബി. അപ്പം ഡേഞ്ചറിനോട് റൈം ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി മേഞ്ചർ. മേഞ്ചർ പുൽക്കൂടാണ്. ആരെയാണ് ഒരമ്മ എടുത്ത് പുൽക്കൂട്ടിലേക്ക് കിടത്തിയത്?
It is undoubtedly it is Mary, mother of Jesus Christ. അപ്പോൾ എഴുതുമ്പോഴും പരീക്ഷയ്ക്ക് ആൻസറൊക്കെ എഴുതുമ്പോഴും ഹൂ ഇസ് ദിസ് ദൗ എന്നൊക്കെ സ്ഥിരം ചോദിക്കാറുണ്ട്. എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം, ഇറ്റ് ഇസ് മേരി ദ മദർ ഓഫ് ജീസസ്. ദൗ ഹൂം എ വുമൺ ലെയ്ഡ് ഇൻ എ മേഞ്ചർ. നിന്നെയും ഒരു അമ്മയാണ് എടുത്ത് പുൽത്തൊട്ടിലേക്ക് കിടത്തിയത്. അപ്പോൾ ഈ ദൗ ആരാണ്? ഇറ്റ് ഇസ് ജീസസ് ക്രൈസ്റ്റ്. ടേക്ക് മീ നോട്ട് till the children grow. The poem ends with a prayer to God, to Jesus, to Lord Jesus Christ. The narrator of the poem, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഒരു പോയത്തിലെ ഐ എന്ന് പറയുന്നത് ആ പോയറ്റ് ആവണമെന്നില്ല. കുറച്ചുകൂടി ബ്രോഡായ അർത്ഥത്തിൽ അത് പോയറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നരേറ്ററാണ് ആ കവിത പറയുന്നത്. അപ്പോൾ ഈ കവിതയിലെ നരേറ്റർ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ എപ്പോഴും ഒരു സ്ത്രീ കവിത എഴുതിയത് കൊണ്ട് ആ സ്ത്രീയുടെ നരേറ്റർ ഒരു സ്ത്രീ തന്നെ ആവണമെന്നില്ല. ഷീ ക്യാൻ ക്രിയേറ്റ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ ആൻഡ് ആ ക്യാരക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ കവിത നമുക്ക് നരേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഇവിടെ ഈ കവിതയുടെ നരേറ്റർ ഒരു വീട്ടിലെ അമ്മയാണ്. ആ അമ്മ, ദ നരേറ്റർ ഓഫ് ദ പോയം എൻഡ്സ് ദ പോയം വിത്ത് എ പ്രയർ ടു ഗോഡ് ടു നോട്ട് ടേക്ക് ഹർ ലൈഫ് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. അമ്മയുടെ പ്രാർത്ഥന ഇതാണ്, എൻ്റെ കുട്ടികൾ വളരുന്നത് വരെ, അവർ പറക്കം പറ്റുന്നത് വരെ ടേക്ക് മീ നോട്ട്, എൻ്റെ ജീവൻ എടുക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. സോ എന്തോ ഒരു പെക്യുലിയർ സിറ്റുവേഷനിലാണ് ഈ കുടുംബം ഇപ്പോൾ. ദർ ഇസ് വൺ നോട്ടഡ് ആബ്സെൻസ് ഇൻ ദിസ് പോയം. ഇതിൽ ഒരു നിറസാന്നിധ്യമായ അമ്മയുണ്ടെങ്കിലും ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ റെഫറൻസ് ടു ദ ഫാദർ. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നത് അതൊരു മിസ്റ്ററി ആയിട്ട് കവി അവശേഷിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വേർ ഇസ് ദ ഫാദർ, വാട്ട് ഹാപ്പൻ ടു ദ ഫാദർ? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ലെഫ്റ്റ് അൺആൻസേർഡ് ബൈ ദ പോയറ്റ്. സോ ദർ സംതിങ് ഇസ് റോങ് വിത്ത് ഈവൻ ദ മദർ. ചിലപ്പോൾ ഒരു യുദ്ധമായിരിക്കാം, അച്ഛൻ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ ദ ഫാദർ might have left the household, probably they are divorced. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ സിറ്റുവേഷനെ കാണാം. എനിവേ ഷീ ഈസ് ദ only one who can look after the children now and keep the family together. So she is praying to God to not take her life. പ്രോബ്ലി എന്തെങ്കിലും ഒരു അസുഖം വന്ന് കിടക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാം, മരണത്തിലേക്ക് എടുക്കുന്നുണ്ടായിരിക്കാം. അവളുടെ പ്രാർത്ഥന ഇത് മാത്രമാണ്, എൻ്റെ കുട്ടികൾ വളരുന്നത് വരെ എൻ്റെ ജീവൻ നീ എടുക്കരുത്, അത് കഴിഞ്ഞ് യു ക്യാൻ ഡു വാട്ട് എവർ യു ക്യാൻ വിത്ത് മൈ ലൈഫ്, ബട്ട് ജസ്റ്റ് ലെറ്റ് മൈ ചിൽഡ്രൻ ഗ്രോ അപ്പ്. ഒരു അമ്മയുടെ നിസ്വാർത്ഥമായ പ്രാർത്ഥനയാണ്. സോ ഇൻ എ വേ ദിസ് പോയം ഈസ് അബൌട്ട് ദ സെൽഫ് എഫേസിങ് ലവ് ഓഫ് എ മദർ ടു ബ്രിങ് ഹെർ ചിൽഡ്രൻ അപ്പ്. അതായത് എപ്പോഴും നമ്മൾ അമ്മമാരെ കുറിച്ച് പറയുന്നതാണ്, ഒരുപാട് സാക്രിഫൈസുകളിലൂടെ. ഈവൺ ഇൻ ദ ലാസ്റ്റ് ചാപ്റ്റർ വി ഡിസ്കസ്ഡ്, ഒരു പ്രൊഫഷണൽ ലൈഫിന് ഒരു അമ്മയുടെ ജീവിതം തന്നെ തുടങ്ങുന്നത് അവളുടെ അമ്മയുടെ പ്രൊഫഷനിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തിയിട്ടാണ്. പ്രോബ്ലി ഒരുപാട് സ്ത്രീകൾ ചെയ്യാറുണ്ട്. ദേ ഡിസൈഡ് നോട്ട് ടു ടേക്ക് അപ്പ് എ പ്രൊമോഷൻ സോ ദാറ്റ് ദേ ക്യാൻ ബി വിത്ത് ഹെർ ചിൽഡ്രൻ. മക്കളുടെ കൂടെ നിൽക്കാൻ വേണ്ടി എത്രയോ അമ്മമാർ അവരുടെ ജോലിയിലെ പ്രൊമോഷനുകളൊക്കെ സാക്രിഫൈസ് ചെയ്ത്, അല്ലെങ്കിൽ ജോലി തന്നെ ഉപേക്ഷിച്ച് പല മേഖലകളിലും, സിനിമാ മേഖലകളിലും ഒക്കെ കാണുന്നതാണ്. ജോലിയൊക്കെ ഉപേക്ഷിച്ച് സ്റ്റാർഡവും ഫെയിമും പ്രശസ്തിയും പണവും ഒക്കെ ഉപേക്ഷിച്ച് മക്കളെ വളർത്താൻ വേണ്ടി വീടുകളിലേക്ക് വരുന്ന സ്ത്രീകളുണ്ട്. അപ്പം ദാറ്റ് ഈസ് ദ ലെവൽ ഓഫ് ദ കൈൻഡ് ഓഫ് സാക്രിഫൈസ് എ മദർ മേക്സ് ഇൻ ഓർഡർ ടു ബ്രിങ് അപ്പ് ചിൽഡ്രൻ. ദാറ്റ് ഈസ് ദ ലവിങ് care of a mother that makes life possible on earth. അപ്പം ഈ അമ്മ എന്നൊരു സാന്നിധ്യം ഇല്ലെങ്കിൽ ഒരിക്കലും ഭൂമിയിൽ അല്ലേ മനുഷ്യരില്ല. അപ്പം ആ ഒരു പോയിൻ്റാണ് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് എ ഗ്രാൻഡ് മെറ്റഫർ ബൈ കമ്പയറിംഗ് ദ റോൾ ഓഫ് എ വുമൺ ടു ദ ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് ഓഫ് എ ഹൗസ് ഹോൾഡ് ലൈക്ക് വാൾസ്, പില്ലേഴ്സ്, ഡോർസ്, കേർട്ടൻസ്, ബെഡ്. അപ്പോൾ ഈ വീട്ടിലെ ഈ ഓരോ എലിമെൻസിനെയും എടുത്ത് കാണിച്ചിട്ട്, ഹാർത്ത്, നെരിപ്പോട്, ഇതിനെല്ലാം എടുത്ത് കാണിച്ചിട്ട് ദ പോയറ്റ് സെയിങ് ദാറ്റ് ഓൾ ദീസ് തിങ്സ് ആർ ആക്ച്വലി ഡിഫറെൻറ്റ് ഫാസറ്റ്സ് ഓഫ്, അല്ലെ, പല മുഖങ്ങളാണ് ഓഫ് ദ റോൾ ഓഫ് എ വുമൺ ഇൻ എ ഹൗസ് ഹോൾഡ് ആൻഡ് കീപ്പിംഗ് ദ ഫാമിലി ടുഗദർ. താങ്ക് യു.